പ്രിയ സഹോദരരെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും സമാധാനവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ആഴ്ച നമ്മൾ ധ്യാനിക്കുന്ന വചനം യെശയ്യായുടെ പുസ്തകം 33 അധ്യായം 17 തിരുവചനം. രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടു കൂടെ നിന്റെ കണ്ണുകൾ ദർശിക്കും, വിദൂരത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ദേശവും അവ കാണും. ഈ വചനം ധ്യാനിക്കുമ്പോൾ ഇതിൻ്റെ ഒന്നാം ഭാഗം, രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടു കൂടെ നിന്റെ കണ്ണുകൾ ദർശിക്കും എന്ന വചനത്തിൽ നമ്മുടെ മനസ്സും ഹൃദയവും ഉടക്കാനും നമ്മുടെ ആത്മാവ് അതിൽ വ്യാപരിക്കാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. സർവ്വ സൗന്ദര്യങ്ങളുടെയും ഉടയവനായ ദൈവത്തെ കാണുന്നതിനു വേണ്ടി മോശ ആഗ്രഹിക്കുകയും അതിനായി മോശ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ കർത്താവ് മോശയ്ക്ക് അനുവദിച്ചു കൊടുത്ത ദർശനത്തിൽ മോശ ദൈവത്തിൻ്റെ പിറകുവശം കണ്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. മുഖം കാണാൻ സാധിക്കുകയില്ല എന്ന് മോശയോട് ദൈവം പറയുന്നുണ്ട്. അതിൻ്റെ കാരണം, മോശ ഈശോയ്ക്ക് മുൻപ് ജീവിച്ച വ്യക്തിയാണ്. ഈശോയുടെ രക്തം ചിന്തിയുള്ള രക്ഷ അനുഭവിക്കുന്നതിന് മുൻപത്തെ അവസ്ഥയിലായിരുന്നത് കൊണ്ട് മോശയ്ക്ക് സാധിക്കുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഫിലിപ്പോസ് കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവെ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക, അത് മാത്രം മതി. അപ്പോൾ ഈശോ പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിപ്പെട്ട ദൈവ തേജസ്സിൻ്റെ പൂർണ്ണതയെപ്പറ്റിയും പൗലോസ്ലീഹ സംസാരിക്കുന്നുണ്ട്. സങ്കീർത്തകൻ പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന്. താബോർ മലയിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെട്ടപ്പോൾ അവൻ പ്രകാശപൂർണനായി മാറിയപ്പോൾ ആ പ്രകാശത്തിൽ മുങ്ങിക്കുളിച്ച് പത്രോസും യാക്കോബും യോഹന്നാനും പ്രകാശിതരാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സൂര്യനേക്കാൾ തേജസ്സുള്ളവനായി നിൽക്കുന്ന ഈശോയുടെ തിരുമുഖം കണ്ട് അവർ സ്തബ്ധരാകുന്നത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരരെ, നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ തിരുമുഖ ദർശനത്തിന് വേണ്ടി, ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മുന്നറിയിപ്പ് കിട്ടുന്നുണ്ട്, സൗന്ദര്യം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട് എന്ന്. തരത്തിലുള്ള സൗന്ദര്യം മനുഷ്യരെ വഴിതെറ്റിക്കുന്നുണ്ട്. അത് ചില സ്ഥലത്തിൻ്റെ ആകാം, ചില വ്യക്തികളുടെ ആകാം, ചില വസ്തുക്കളുടെ ആകാം. അങ്ങനെ പല രീതിയിൽ സൗന്ദര്യം മനുഷ്യനെ വഴിതെറ്റിക്കുന്നു. എന്നാൽ സർവ്വ സൗന്ദര്യത്തിൻ്റെയും പൂർണ്ണതയായ ദൈവത്തെ നാം കണ്ടാൽ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖ ദർശനം നമുക്ക് ലഭിച്ചാൽ, പിന്നെ അതിനേക്കാൾ താഴ്ന്നതായിട്ടുള്ള ഭൗമികമായ യാതൊരു സൗന്ദര്യങ്ങളും, അതായത് കർത്താവിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നിന്ന് നമ്മെ പിറകോട്ട് വലിക്കുന്ന യാതൊരു സൗന്ദര്യത്തിനും നമ്മുടെ മേൽ അധികാരമോ സ്വാധീനമോ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. നമ്മളിൽ പലർക്കും ഒരു ഞെരുക്കത്തിൻ്റെ അവസ്ഥയുണ്ട്. ഭൗമികമായതിൻ്റെയും ആത്മീയമായതിൻ്റെയും ഇടയിൽ കിടന്നുള്ള ഒരു ഞെരുക്കത്തിൻ്റെ അവസ്ഥ. നമ്മുടെ പല പാപങ്ങളെയും തഴക്കദോഷങ്ങളെയും ബലഹീനതകളെയും മറികടക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ. അല്പനേരത്തേക്ക് ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോഴും തുടർന്ന് നമ്മുടെ സുഖേച്ഛകൾക്കോ അല്ലെങ്കിൽ മറ്റു പല സ്വാധീനങ്ങളിലേക്കോ ചാഞ്ഞുപോയി പാപത്തിലായി പോകുന്ന അവസ്ഥ നമ്മെ പലപ്പോഴും നിരാശപ്പെടുത്തുന്നുണ്ട്. അതിനുള്ള ഒരു ഒറ്റമൂലിയാണ് ഈ ഒരു പ്രാർത്ഥന, കർത്താവേ, നിൻ്റെ തിരുമുഖത്തിൻ്റെ ദർശനം എനിക്ക് തന്നരുളേണമേ എന്ന് നമ്മുടെ ഹൃദയം പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് ഈ വചനം നമ്മൾ ആവർത്തിച്ച് ഉരുവിടുമ്പോൾ നമ്മിൽ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനും നായകനുമായവനെ, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമായ ഈശോയുടെ തിരുമുഖം ദർശിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതിനാൽ പ്രിയ സഹോദരരെ, ഈ വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന രാജാവ് നമ്മുടെ ജീവിതത്തിൻ്റെ നായകനായ ഈശോ മിശിഹാ തന്നെയാകുന്നു. അനശ്വരവും അതുല്യവുമായ ആ നിധി കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കുന്നു എന്ന് തിരുവചനം പറയുമ്പോൾ, ഈ വചനത്തിൽ നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്, നിത്യനായവൻ്റെ തിരുമുഖ ദർശനം. ഇനി ഇത് എങ്ങനെയുള്ളവർക്കാണ് ലഭിക്കുന്നത് എന്നും, അല്ലെങ്കിൽ ഈ ഒരു തിരുമുഖ ദർശനം ലഭിക്കാൻ നമുക്ക് നമ്മളിൽ ആവശ്യമായിരിക്കുന്ന അവസ്ഥ എന്താണെന്നും യെശയ്യാ 33:15 തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. അതിനാൽ പ്രിയപ്പെട്ട സഹോദരരെ, യെശയ്യാ 33:17 ആവർത്തിച്ചുരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതോടെ ചേർന്ന് നമുക്ക് സമയം കിട്ടുന്നത് പോലെ ഇടയ്ക്ക് വായിച്ച് ധ്യാനിക്കാൻ ഏതാനും മറ്റു ചില വചനങ്ങൾ കൂടി ചേർത്ത് വയ്ക്കുകയാണ്. അത് യെശയ്യായുടെ പുസ്തകം 33 അധ്യായം 15 വാക്യവും
വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളും വെളിപാടിൻ്റെ പുസ്തകം തന്നെ 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളും യേശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളും കൊറിന്തോസുകാർക്ക് വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനവുമാണ്. യേശയ്യ 33:17 നമ്മൾ വചനം ആവർത്തിച്ചുരുവിട്ട് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും എടുക്കുമ്പോൾ നമുക്ക് സമയം കിട്ടുന്നത് പോലെ ഇപ്പോൾ പറഞ്ഞ മറ്റ് വചനങ്ങളും സമയം പോലെ വായിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒരു തവണയെങ്കിലും വായിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിക്കാൻ നമുക്ക് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ പിതാവിൻ്റെയും വിശുദ്ധ മിഖായേലിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രാർത്ഥനയും കൂട്ടായ്മയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ എല്ലാ നിമിഷത്തിലും, പ്രത്യേകിച്ച് ഈ ഒരാഴ്ചക്കാലം ദൈവ തിരുമുഖ ദർശനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൂട്ടായ്മയിലെ മാധ്യസ്ഥമായിട്ടും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇത്ര നാൾ കാത്ത